തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ തർക്കം തീരാതെ ലീഗും കോൺഗ്രസും. കോർപ്പറേഷൻ പിടിക്കാനുള്ള UDFന്റെ സർജിക്കൽ സ്ട്രൈക്ക് പൂർണ്ണ പരാജയമാണ്. വിവരങ്ങളുമായി അനഘ ഹർഷനാണ് ആദ്യം തന്നെ നമ്മളോടൊപ്പം ചേരുന്നത്. അനഘ, എന്തായിരുന്നാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് കോർപ്പറേഷനിലും തർക്കം മുറുകുകയാണ്. തർക്കം തീരാതെ ലീഗും കോൺഗ്രസും തമ്മിൽ തല്ലും കൂട്ടിയടിയും രൂക്ഷമായി തന്നെ തുടരുകയല്ലേ കോൺഗ്രസിൽ? തീർച്ചയായും ദുർഗ, ഈ വികസിത കോഴിക്കോടിന് വലിയ വികസന സ്വപ്നങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇത്തവണത്തെ കോർപ്പറേഷൻ ഈ കോഴിക്കോട് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഈ UDF അതായത് കോൺഗ്രസ് ഇറങ്ങിയത്. ആദ്യഘട്ടത്തിൽ തന്നെ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ സ്ഥാനാർത്ഥി പട്ടികയൊക്കെ തന്നെ കോൺഗ്രസ് ഇറക്കിക്കൊണ്ട് ഒരു മുഴം മുന്നേ മറ്റ് പാർട്ടികളെ അപേക്ഷിച്ച് ഒരു മുഴം മുന്നേ തന്നെ കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയിരുന്നു. പക്ഷെ അതൊക്കെ തന്നെ പരാജയപ്പെടുകയാണെന്നാണ് സമീപ കാലത്തുണ്ടായിരിക്കുന്ന സംഭവങ്ങൾ പറയുന്നത്. അതായത് കഴിഞ്ഞ 50 വർഷമായി കോഴിക്കോട് കോർപ്പറേഷനിൽ പ്രതിപക്ഷത്താണ് ഈ കോൺഗ്രസ്. മാത്രമല്ല കഴിഞ്ഞ 25 വർഷത്തെ നിയമസഭയിലെ പ്രകടനമെടുത്താൽ ഒരു MLA പോലും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഇങ്ങനെയൊക്കെയാണ് കോൺഗ്രസിന്റെ നിലവിലുള്ള സാഹചര്യം. പക്ഷേ കോൺഗ്രസിന്റെ പതിവ് കലാപരിപാടികളായിട്ടുള്ള ഗ്രൂപ്പിസം, തമ്മിലടി, തൊഴുത്തിൽ കുത്ത്, ഇതൊക്കെ തന്നെ ഇവിടെയും ആവർത്തിക്കുകയാണ് എന്നുള്ളതാണ്. സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനത്തിന് പിന്നാലെ കോൺഗ്രസിന്റെ നേതാക്കളായിട്ടുള്ള പലവിധ പദവികൾ വഹിക്കുന്ന 7-ലധികം പേരാണ് രാജിവെച്ചിരിക്കുന്നത്. അതായത് ഇതിൽ DCC ജനറൽ സെക്രട്ടറി ആയിരുന്ന NV ബാബുരാജ് കഴിഞ്ഞ ദിവസം രാജിവെച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് കോഴിക്കോട് പലയിടങ്ങളിലും സ്ഥാനാർത്ഥികളെ നൂലിൽ കെട്ടി ഇറക്കി എന്നുള്ളതാണ്. ഈ നേതാക്കളെ താണു വഴങ്ങി നിൽക്കുന്ന അവർക്കൊപ്പം ബാഗ് പിടിച്ചു പോകുന്നവർക്ക് മാത്രമേ കോൺഗ്രസിൽ നിൽക്കാൻ സാധിക്കുകയുള്ളൂ, മറ്റുള്ളവർക്ക് കോൺഗ്രസിന് പുറത്താണ് സ്ഥാനം എന്നിങ്ങനെ നേതൃത്വത്തിനെതിരെ അതിരൂക്ഷ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, അദ്ദേഹം ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കോൺഗ്രസ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കോഴിക്കോട് വിവിധ സമരങ്ങളൊക്കെ ഏറ്റെടുത്തിരുന്നു. ആ സമരങ്ങളൊക്കെ എന്താണ് സ്ഥിതി എന്ന് മാധ്യമങ്ങളൊന്ന് പരിശോധിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. UDF ഏറ്റെടുത്ത ഒരു സമരവും ജില്ലയിൽ വിജയിച്ചിട്ടില്ല എന്ന് കൂടിയാണ് DCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കോൺഗ്രസിനൊപ്പം കഴിഞ്ഞ 6.5 പതിറ്റാണ്ട് കോൺഗ്രസിനോട് തോളോട് തോൾ ചേർന്ന് നിന്നിരുന്ന ഒരു നേതാവാണ് ഈ രീതിയിൽ പരാമർശം നടത്തിയിരിക്കുന്നത്. മറ്റൊന്ന്, UDF കൗൺസിലർ ആയിരുന്ന അൽഫോൺസ കഴിഞ്ഞ ദിവസം രാജിവെച്ചു, ആം ആദ്മി പാർട്ടിയിൽ ചേർന്നു. അങ്ങനെ തുടങ്ങി 7-ലധികം പേരാണ്, നേതാക്കളായിട്ടുള്ള 7-ലധികം പേർ ഇതിനോടകം തന്നെ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു. മാത്രമല്ല തങ്ങൾക്ക് സ്ഥാനാർത്ഥിത്വം ലഭിച്ചില്ല, അല്ലെങ്കിൽ തങ്ങളെ വിവിധയിടങ്ങളിൽ നിർത്തിയില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ രാജിവെക്കുന്നത്. മറ്റൊന്ന്, കോൺഗ്രസിന്റെ മുന്നണിയായിട്ടുള്ള ഈ മുസ്ലിം ലീഗിനകത്തും വലിയ രീതിയിലുള്ള പ്രശ്നം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. അവിടെയും പ്രശ്നം സ്ഥാനാർത്ഥി നിർണയം തന്നെയാണ്. അർഹിക്കുന്നവർക്ക് സ്ഥാനാർത്ഥിത്വം നൽകിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസിൽ നിന്ന് ഒരു കൂട്ടരാജി. കഴിഞ്ഞ ദിവസം നല്ലടത്ത് 10-ലധികം പേരാണ് ഈ മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോയിരിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല ഈ കോൺഗ്രസ് തങ്ങൾക്ക് അർഹിക്കുന്ന പരിഗണന നൽകിയിട്ടില്ല എന്നൊരു ആക്ഷേപം കൂടി മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നുണ്ട്. കോഴിക്കോട് കോർപ്പറേഷനിൽ 76 ഡിവിഷനുകളാണുള്ളത്. ഇതിൽ 25 സീറ്റ് അത് കോൺഗ്രസ് മുസ്ലിം ലീഗിന് നൽകിയിരുന്നു. പക്ഷെ തങ്ങൾക്ക് അത് പോരാ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യഘട്ടത്തിൽ മുസ്ലിം ലീഗ് കോൺഗ്രസിനോട് ഇടഞ്ഞിരുന്നു. പിന്നീട് വലിയ ഉന്നത നേതാക്കളൊക്കെ ഇടപെട്ടാണ് ലീഗിനെ കോൺഗ്രസിനോട് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ അടുപ്പിച്ചത്. പക്ഷെ ഇപ്പോഴും ആ ഒരു നീരസം ലീഗിനകത്തുണ്ട് എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും അത് പുറത്തു വരുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ കോഴിക്കോട് കോൺഗ്രസിന്റെ അവസ്ഥ വലിയ രീതിയിൽ പരിതാപകരമായ അവസ്ഥയിലൂടെയാണ് കോൺഗ്രസ് പോകുന്നത് എന്നുള്ളതാണ് ദുർഗ.